പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു അങ്ങനെ ഒരു ഓണവും കൂടി കഴിഞ്ഞു. അതെ, എല്ലാം എത്ര പെട്ടെന്നായിരുന്നു. ഇനി അടുത്ത ഓണത്തിന് ഇവരെ ഒന്ന് കെട്ടി കണ്ടാ മതി. എന്തോ എങ്ങനെ? എന്തേ നിനക്ക് അത്രയ്ക്ക് കേൾക്കില്ലേ? ഏട്ടത്തി, ഇപ്പൊ മറ്റേ കാര്യം പറയാൻ പറ്റിയ അവസരവാ. അത് ശരിയാ. രണ്ടും എന്തോ ഗൂഢാലോചനയിലാണല്ലോ. എന്താണ്? എന്താണെന്ന് വെച്ചാ അടുത്ത ചിങ്ങത്തിൽ തന്നെ അപ്പൂന്റെയും കല്ലൂന്റെയും കല്യാണം നടത്താൻ ഞങ്ങള് തീരുമാനിച്ചു. എന്ത്? എന്റെ കല്യാണമോ? അമ്മയൊന്ന് പോയേ. ദേ ചെക്ക, നീ വാങ്ങും കേട്ടോ. ഞാനിത് സമ്മതിക്കില്ല. കല്ലു ചേച്ചി ഇപ്പോഴേ കെട്ടിച്ചൂടെ? ഞാൻ സമ്മതിക്കൂല. വേണമെങ്കിൽ അപ്പോട്ടേന്റെ തന്നെ നടത്തിക്കോ. ഓടി, നീ പോയി കെട്ടടി ചുണ്ടലി. നീ പോടാ, നീ പോയി കെട്ടിക്കോ. രണ്ടെണ്ണം ഒന്ന് നിർത്തിയേ. എന്റെ പൊന്നെ, പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഞങ്ങള് പറഞ്ഞത് കല്ലൂനെ അപ്പൂനെ ഒട്ടി കൊടുക്കുന്ന കാര്യമാ. ആ വായൊന്ന് അടച്ചു വെക്ക് പെണ്ണെ, വല്ല ഈച്ചം കേറും. നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളെ കെട്ടിക്കുന്ന കാര്യമാണോ? പിന്നല്ലാതെ, നീയൊക്കെ രണ്ടും പിന്നെ എന്താ വിചാരിച്ചേ? ആഹാ, ഇത് ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് അമ്മായിക്ക് വേറെ ഒരു പണിയില്ലേ? ഈ പ്രാർത്ഥന കേട്ടാൻ എനിക്ക് സമ്മതമല്ല. ദേ കല്ലു, നീ വാങ്ങു കേട്ടോ. അമ്മയൊന്നും പറയണ്ട, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. ഇവനെ പോലൊരു മരത്തലേനെ എനിക്ക് വേണ്ട. ആഹാ, എനിക്ക് എന്താടി കുറിട്ട് ഒരു കുറവ്? ദേ അമ്മ, അമ്മ എന്ത് കണ്ടിട്ട് ഈ മാക്കാച്ചി എന്റെ തലയിൽ കെട്ടിവെക്കാൻ പോന്നെ? ആദ്യം ഇവളൊന്ന് വളരട്ടെ, എന്നിട്ട് പോരെ കെട്ടിക്കുന്നേ. കുരുട്ടനിന്റെ അമ്മൂമ്മ പട്ടി. ഓടി പട്ടി. ഒന്ന് മിണ്ടാതിരിക്കും പിള്ളാരെ. ഞാൻ അന്നേ നിങ്ങൾ രണ്ടിനോട് പറഞ്ഞതാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന്. അവരിപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അല്ലാതെ നീയൊക്കെ നിർബന്ധിച്ചല്ല ഓരോന്നും ചെയ്യിക്കേണ്ടത്. പിള്ളാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കിട്ടിയാൽ മതി. ഇവളുമാരങ്ങനെ പലതും പറയും. പിന്നെ നിന്റെ അമ്മ, അവള് കണ്ണുനീര് കാണിച്ച് നിന്നെ വീഴ്ത്താൻ നോക്കും. അത് മൈൻഡാക്കാൻ പോകണ്ട. ഉമ്മേ, നീ എന്താ നോക്കി നിക്കുവാ? അവരപ്പനും മക്കളെ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. നമ്മള് വെറുതെക്കാരാണല്ലോ. രാവിലെ മുതല് അന്തിയാവുന്നവർ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ വാക്കിന് എന്ത് വില? പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ തുടങ്ങി. ദേ മനുഷ്യ, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട. മതി മതി നോക്കിയത്. ഞങ്ങള് രണ്ടുപേരിവിടെ ഉള്ള കാര്യം ഓർമ്മ വേണം. ഡാ, എന്നാലും എന്റെ ഏട്ടാ, അമ്മായിയുടെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നൂന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് ആഗ്രഹമല്ല, അത്യാഗ്രഹമാണ്. അപ്പോട്ടനെ പോലെ ഒരു മുരടനെ ഞാൻ എന്റെ കല്ലു ചേച്ചിക്ക് കൊടുക്കില്ല. ചുണ്ടലി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്താടി ഉണ്ടമാങ്ങ എന്റെ ഏട്ടനൊരു കുറവ്? ഒന്നുമല്ലെങ്കിൽ നിന്റെ കല്ലു ചേച്ചിയേക്കാളും ലുക്ക് എന്റെ ഏട്ടനില്ലേ? എന്ത് ലുക്ക്? ഇതൊക്കെയാണോ ലുക്ക്? അതൊക്കെ എന്റെ രുദ്രേട്ടൻ. ആ മുണ്ടൊക്കെ കൊടുത്ത ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടൊരു വരമുണ്ട്. ആഹാ, അടിപൊളി. നോക്കി നിൽക്കാൻ തോന്നും. ഏത് രുദ്രേട്ടൻ? അതും എന്റെ രുദ്രേട്ടൻ. ഏതാടി അവൻ? പറഞ്ഞ അപ്പോഴേട്ടൻ അറിയാം. എന്റെ ഏട്ട ആ തെക്കെടുത്ത ഭദ്രന്റെ മോനില്ലേ, അവനാണ് ഈ പറഞ്ഞ രുദ്രൻ. അവനെയാണോ നീ എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? എന്തായാലും രുദ്രേട്ടൻ അടിപൊളിയാ. എന്താണ് എന്റെ പൊന്നുമോളുടെ ഉദ്ദേശം? ഇപ്പൊ എന്തായാലും ഒരു ഉദ്ദേശമില്ല. ഇനി വല്ലതും തോന്നിയാ അറിയിക്കാം കേട്ടോ. എങ്കി എന്റെ പൊന്നുമോള് കൊണ്ടേ പോവൂ. അന്ന് നിനക്കുള്ള കുഴി ഞാനും പെട്ടു. അമ്മു, നീ വാ.
എന്റെ പൊന്നേട്ടാ, അവളോട് വേറെന്തോ പറഞ്ഞാലും വേണ്ടില്ല, ആ കുരുപ്പിനെ പറ്റി എന്തേലും പറഞ്ഞ അവള് ഭദ്രകാളിയാവും. അയ്യോ എനിക്കറിയാം. തിരുമേനി ഒന്നും പറഞ്ഞില്ല. എന്റെ മകൻ സുഭദ്രാമേ, അന്ന് പറഞ്ഞതേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഇതിനൊരു പരിഹാരവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് വെറും ഒരു ദോഷമല്ല, മുൻജന്മത്തിൽ ചെയ്തു പോയ വലിയൊരു പാപത്തിന്റെ ഫലമാണ്. ഇനി നിങ്ങളുടെ മകനെ രക്ഷിക്കണമെങ്കിൽ ദേവി തന്നെ കഴിയണം. തിരുമേനി അങ്ങനെ പറയല്ലേ. എനിക്ക് ആകെ ഉള്ളത് അവനാ. അവൻ കൂടി നഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനി ദേവിയുടെ നിശ്ചയം എന്താന്ന് വെച്ചാ അങ്ങനെ നടക്കട്ടെ. തിരുമേനി എന്നെ കൈവിടല്ലേ. മുൻജന്മത്തിൽ എന്റെ മകൻ ചെയ്തു പോയ ആ പാപത്തിനുള്ള പരിഹാരം അതെന്താണെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. ദാ ഈ ഒരു ചരട് അവന്റെ കൈ കെട്ടി കൊടുക്കുക. ഇതേ എനിക്കിപ്പോ ചെയ്യാൻ കഴിയൂ. തിരുമേനി ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. എന്റെ മകൻ മുൻജന്മത്തിൽ ചെയ്തു പോയ ആ പാപം എന്താണ്? ചുപ്പു, ചുപ്പു, നീ എവിടാ? ചേടാ, ഈ ചെക്കൻ ഇത് എവിടെ പോയി? ചുപ്പു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ദൂരേക്കൊന്നും പോകരുതെന്ന്. എടാ ചെക്ക, നീ ഇത് എവിടാ? ചുപ്പു, ഇത് ഏതാ ഈ തറവാട്? ഓ, ഈ ചക്കൻ ഇനി ഇതിനകത്തങ്ങനെ വല്ല കേറി പോയോ? ചുപ്പു, എന്താ ഇത്? ശ്ശോ, മഴ. എന്താ ഇപ്പൊ ഇങ്ങനൊരു മഴ? എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ ഇതെവിടെ ആയിരുന്നു പെണ്ണെ? മൊത്തം നനഞ്ഞല്ലോ. അത് ഞാൻ ചുപ്പുനെ നോക്കി പോയതാ. അവൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. അവനെ തപ്പി ഞാൻ പോവാത്ത സ്ഥലമില്ല. അവൻ എവിടെ പോയോ എന്തോ. അവൻ എപ്പോഴേ മുതലേ കണ്ണന്റെ കയ്യിലുണ്ട്. അവനെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. ചുപ്പു തന്നെയാണോ? പിന്നല്ലാതെ. ദേ കണ്ണ പേരുന്നു, അവനോട് ചോദിക്കാൻ. എന്താ അമ്മായി? കണ്ണ, ആ പൂച്ച എവിടെ? അവൻ ദേ എന്റെ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞു വന്നിട്ട് ഓരോ കള്ളം പറയാൻ നോക്കിക്കേ പെണ്ണ്. നീ എന്താ ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലുണ്ടല്ലോ. പോയി കുളിക്ക് പെണ്ണെ, നാക്ക് മൊത്തം നനഞ്ഞില്ലേ? അണ്ണൻ ഇതെന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുവോ? കൊറേ നേരം ആയല്ലോ. ഏയ് ഒന്നുമില്ലടാ, എന്റെ കഴുത്ത്
ഇത് എന്തോ നീറുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. എവിടെ നോക്കട്ടെ. ആ, ഇതെന്തോ മാന്തിയ പോലുണ്ട്. ആ, നീറുന്നു. എന്താ മോനെ? ഹേയ്, ഒന്നുമില്ല വല്യമ്മേ. അണ്ണന്റെ കഴുത്തിൽ ആരോ മാന്തിയ പോലെ. എവിടെ നോക്കട്ടെ. അമ്മയ്ക്ക് എന്താ? ഇതെന്തെങ്കിലും കൊണ്ട് ഉറഞ്ഞതാവും. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ മൂന്നിക്ക് മുന്നേ വീട്ടിൽ കയറണോന്ന്. ആ, തുടങ്ങി ഇനി. നിനക്കൊടപ്പം നീ തരണ്ടേ അവന്റെ കോപ്പിലെ ഒരു നോട്ടം. ആ, ഞാൻ എന്ത് ചെയ്തു? നീ ആ കൈ ഒന്ന് നീട്ടിയേ. എന്തിനാ? ഛേ, ഇതെന്താ? ഇത് നീ അടിച്ചു കളഞ്ഞേക്കല്ലേ, പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മയ്ക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ഓരോ അന്ധവിശ്വാസം കൊണ്ട് വന്നോളൂ. ദേ, എന്റെ വായിൽ നിന്നൊന്നും കേക്കരുത്. ഒന്നാമത് എന്റെ സമനില മൊത്തം പോയി കിടക്കുക. എന്റെ ദേവി, എന്നോട് എന്തിനാ ഈ പരീക്ഷണം? ഓ, തുടങ്ങി. എനിക്ക് നിങ്ങളുടെ കണ്ണീരൊന്നും കാണണ്ട. ഞാൻ എന്തായാലും ഇത് അടിച്ചു കളയാൻ പോകുന്നില്ല. പോരെ. ഷെടാ, ഇതെന്ത് മഴയാണ്. ഓണം കഴിയാനിരുന്നു തകർത്ത് പെയ്യാൻ. ആഹാ, നല്ല തണുപ്പ്. ഇന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ അവൻ ഉറങ്ങാത്ത പോലെ. നീ പൊടി. നീ പോടാ. ഷെടാ, ഈ പെണ്ണ് ചുമ്മാതിരിക്കുന്നവരെ വെറുതെ ചൊറിയാൻ പോവാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി, നല്ല തല്ല് കിട്ടാത്തതിന്റെ ആണെന്ന്. ഈ അയഞ്ഞ കാപ്പിക്കമ്പുണ്ടല്ലോ, അത് പെട്ടി തുടക്കി 4 എണ്ണം കൊടുത്താലൊക്കെ ശരിയാവും. ആ, എങ്കിൽ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ഓ, ഇത് അവിടുന്ന് കിട്ടിയതല്ലേ? ഇതിന്റെ കാര്യം മറന്നുപോയല്ലോ. ഇത് കണ്ടിട്ട് സ്വർണ്ണമാണെന്ന് തോന്നുന്നു. അയ്യോ, കറണ്ട് പോയല്ലോ. ആഹാ, അടിപൊളി. ഇപ്പൊ മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നേനെ. അതിനെന്താ, അമ്മ പറഞ്ഞു തരുമല്ലോ. ഓ പിന്നെ, എനിക്കതല്ലേ പണി. എന്താ അമ്മായി അങ്ങനെ പറയല്ലേ? അമ്മായി ഒരു നല്ല സ്റ്റോറി പറഞ്ഞതാ. എന്റെ പിള്ളേരെ എനിക്കൊന്നും അറിയില്ല. അത് പറഞ്ഞാ പറ്റൂല. എങ്കി നമ്മുടെ ആ പഴയ കാരണവരില്ലേ, നമ്മുടെയൊക്കെ ആ കോഴിമുത്തശ്ശൻ, അങ്ങേറെ കഥ പറ. അതൊക്കെ അങ്ങ് 100-250 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യല്ലേ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല. അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ? എടാ ചെക്ക, എനിക്കെങ്ങനെ അറിയാനാ? നീ ഇതേ നിങ്ങളുടെ അപ്പച്ചിയോട് ചോദിച്ചു നോക്ക്. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. അയ്യോ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അപ്പച്ചി, എങ്കി അപ്പച്ചി പറ. അത് എനിക്കും അതിനെപ്പറ്റി അത്രയ്ക്കൊന്നും അറിയില്ല. എന്തായാലും അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറ. ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇതൊക്കെ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചിരിക്കുക. എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിലൊക്കെ എത്ര സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒരു 100-250 കൊല്ലങ്ങൾക്ക് മുൻപാ. അന്ന് ഇതല്ലായിരുന്നു ശരിക്കുള്ള നമ്മുടെ ചിറക്കൽ തറവാട്. അന്നത്തെ നമ്മുടെ ചിറക്കൽ കുടുംബം ഇതിനപ്പുറം പടർന്നു പന്തലിച്ചു കിടന്ന ഒരു വലിയ വടവൃക്ഷമായിരുന്നു. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പടിപ്പുരയും 16 കെട്ടും ആനത്തറയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തിനാ നമ്മളെ കൊട്ടാരം പോലുള്ള തറവാട് ഉപേക്ഷിച്ചത്? ആ മണ്ണിൽ നമ്മുടെ പൂർവികർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായാണ്. അന്നത്തെ ഇളമുറ തമ്പുരാനായ ഇന്ദ്രജിത്ത് പണിക്കർ, നിങ്ങൾ പറയുന്ന ഈ കോഴി തമ്പുരാൻ, ആരെയും കൂസാത്ത പ്രകൃതം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയായിരുന്നു. അന്നത്തെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്നത്തെ ജാതി വ്യവസ്ഥ അത് കഠിനമായിരുന്നു. എന്നാൽ അതിലൊരു അടയാള പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരെ മയക്കുന്ന നീല കണ്ണുകളുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ പേര് താമര. അവളുടെ സൗന്ദര്യം കണ്ടിട്ടാവണം നമ്മുടെ ഇന്ദ്രജിത്ത് തമ്പുരാന് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നി. അത് ചെന്ന് അവസാനിച്ചത് വലിയൊരു നാശത്തിലേക്കായിരുന്നു. അങ്ങനെ
താമര 3 മാസം ഗർഭിണിയായി. എന്നാൽ തമ്പുരാനോട് ശത്രുതയുള്ള രുദ്രവീരൻ ഇതെങ്ങനോ അറിഞ്ഞു. അവൻ അച്ഛൻ തമ്പുരാന്റെ ചെവിയിലെത്തിച്ചു. അവർ ഇന്ദ്രജിത്തിനെ ഭീഷണിപ്പെടുത്തി. അന്നത്തെ അധികാരമോഹം. തന്റെ മകൻ ഒരു കീഴ്ജാതിയിൽപ്പെട്ട പെണ്ണുമായി പ്രണയത്തിലായി അവളെ ഗർഭിണിയാക്കിയ വിവരം നാടാകെ അറിഞ്ഞാൽ തന്റെ അഭിമാനവും പ്രശസ്തിയും അധികാരവും പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ നാടിന് നാട്ടുകാർക്ക് മുമ്പിൽ താമര ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ ഇന്ദ്രജിത്ത് അത്രയും പേരെ മുന്നിഴച്ച് പറഞ്ഞു തനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ലാന്ന്. ഷേ തെമ്മാടി, അങ്ങനെ എന്ത് വർത്താനാ പറഞ്ഞേ? അപ്പോ താമരയോ? ആവോ അറിയില്ല. അതിനുശേഷം ആരും അവളെ കണ്ടിട്ടില്ല. ആ ഇന്ദ്രജിത്തിന്റെ തലമുറയാണോ നമ്മളൊക്കെ? അതെ. ശോ, ഇതൊക്കെ കേട്ടിട്ട് മനസ്സിനെന്തോ ഒരു ഭാരം പോലെ. ഇതൊക്കെ ഉള്ളതാണോന്ന് അറിയില്ല കേട്ടോ. പലരും പറഞ്ഞു കേട്ട കഥകളല്ലേ. ആ അതെ, ഇതിലൊക്കെ എത്ര ശരിയുണ്ടെന്ന് ആർക്കറിയാം. ശരിയാകാതിരിക്കില്ലല്ലോ. എല്ലാവരുടെയും ചിത്രങ്ങൾ നശിച്ചു പോയിട്ടും ഇന്ന് വരെ തലമുറകളായി ആ കോഴിത്തമ്പുരാന്റെ ഫോട്ടോ മാത്രം എന്തിനാ പൊടിയും തൂത്തും മാലയിട്ട് വെച്ചിരിക്കുന്നത്? എടാ ചെക്ക, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. ഓ പിന്നെ, നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി നാട് കടത്തിയിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതിപ്പോ എത്രാമത്തെ തലമുറയാ? ശോ, എന്നാലും ആ താമര എവിടെ പോയിട്ടുണ്ടായിരിക്കും? അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു കാണുമോ? എടി ചൊറിയുമ്പോഴും നീ ഇനി അതിനെപ്പറ്റി കാട് കയറി ചിന്തിക്കണ്ട. അല്ല, നീ എന്താ ആകെ മൂഡ് ഓഫ് ആയല്ലോ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആ, നീ ഇതെവിടെയായിരുന്നു? ഞങ്ങള് നല്ലൊരു കഥ കേട്ടിട്ടിരിക്കുക. കഥയോ? എന്ത് കഥ? അത് നമ്മുടെ ആ കോഴിമുത്തശ്ശന്റെ കഥയാ. ആരുടെ? ഇന്ദ്രജിത്ത് പണിക്കരുടെയോ? അതെ. അല്ല, മുത്തശ്ശന്റെ പേര് നീ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാ ഇന്ദ്രജിത്ത് പണിക്കർ എന്നാണ് മുത്തശ്ശന്റെ പേരെന്നറിഞ്ഞേ. അത് വല്ലപ്പോഴും ആ ചിത്രത്തിൽ നോക്കുമ്പോ അതിന്റെ താഴത്ത് കൂടി നോക്കണം. അവിടെ സൈഡിലുണ്ട് അങ്ങാരുടെ പേര്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, എന്തായിരുന്നു കഥ? നീ ഇരിക്ക്. അത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ലായിരുന്നു. അങ്ങേരൊരു ദുഷ്ടനായിരുന്നു. താമര എന്ന പേരുള്ള ഒരു കീഴ്ജാതിയിൽപ്പെട്ട പെണ്ണിനെ സ്നേഹിച്ച് അവളെ ഗർഭിണിയാക്കി അവസാനം അതിന് ഉത്തരവാദി താനല്ലെന്ന് പറഞ്ഞു അവളെ നാട് കടത്തി അയാള്. അല്ലമ്മ, ഈ താമര എങ്ങനെയിരിക്കും? നല്ല സുന്ദരിയായിരിക്കും അല്ലേ? അവളോട് ഒരു ചിത്രം പോലെ ഇല്ലല്ലോ. ആ തറവാട്ടിൽ ചെന്ന് നോക്കിയാ വല്ലതും കിട്ടുമോമാ? ഒന്ന് പോയേ പെണ്ണെ, അതെന്നോ നശിച്ചു പോയി. അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു തറവാടുണ്ടായിരുന്നെന്ന് പോലും പറയില്ല. എന്നാലും ആ പെൺകുട്ടി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അവളുടെ ഒരു ചിത്രം പോലും ഇല്ലല്ലോ. കല്ല ചേച്ചിക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ എന്നെ ഒന്ന് നോക്കിയേ. ഞാനാണ് ആ താമര. ഒന്ന് പോയടി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനാ ആ താമര. വെറും താമരയല്ല, നീല താമര.